ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിൽ സാധാരണ ഉച്ചയൂണ് തയ്യാറാക്കുകയാണ്. അധികം കഷ്ടപ്പാടൊന്നുമില്ലാതെ രുചികരമായിട്ടുള്ള ഒരു മീല്. പരിപ്പ് പടവലങ്ങ തേങ്ങ അരച്ച് വെച്ച കറിയും കായ ക്യാരറ്റ് ഉപ്പേരി നല്ല നാടൻ ചിക്കൻ കറി കൂടെ പപ്പടവും കൂടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു മഴ ദിവസം കൂടിയിട്ടാണ് കേട്ടോ. നല്ല മഴ ആർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത്. ആ ഒരു സമയത്ത് നമുക്ക് കുക്കറിലേക്ക് പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് തക്കാളി അരിഞ്ഞതും പച്ചമുളക് രണ്ടായിട്ട് കീറിയതും കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 3 വിസിലടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുക. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പരിപ്പ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് 1 വിസിലും കൂടി നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് 1 വിസിലും കൂടി നമ്മൾ അടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നാളികേരം നന്നായിട്ട് അരച്ചെടുത്ത നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അത് കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മൾ താളിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നമ്മളത് ഊറ്റിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ തെർമൽ കുക്കറിലേക്കൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ കായും ക്യാരറ്റും കൂടി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 4 വിസിലടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ കായൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അത് കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒരു പാൻ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ. മൊരിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കായും ക്യാരറ്റും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള കായും ക്യാരറ്റും കറി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള തൊണ്ട് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു 2 വിസിലടിച്ച് എടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 പച്ചമുളക് ഇതുപോലെ നടുകെ കീറിയിട്ടിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ലേശം വെള്ളം കൂടി ചേർത്തിട്ട് 2 വിസിൽ കയറ്റിയെടുക്കണം കേട്ടോ. വിസിലൊക്കെ പോയതിന് ശേഷം നമ്മളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സവാള തക്കാളി ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മിയെടുക്കണം കേട്ടോ. അതിനുശേഷം ഒറ്റ വിസിലാണ് നമ്മൾ കയറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ ആദ്യമേ ഇട്ടിട്ടുള്ളത് കൊണ്ട് അധികം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തിട്ടെടുക്കുക. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുക.
നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ട് മാറ്റി വെച്ചതാണ് ഞാൻ. ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ മസാലകളൊക്കെ അതിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇനി നമുക്ക് പപ്പടം കൂടി വറുക്കാനുണ്ട്. എണ്ണ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ പപ്പടമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ലഞ്ച്. ശേഷം നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം അടച്ച് വെച്ച് ഓരോ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.